അത് സൂക്ഷിച്ചു പോകുന്നതും അത് കേട്ടോ സൂക്ഷിച്ചു പോകുന്നതും തലമുറകളിലേക്ക് കൈമാറി വന്നതുന്ന അല്ല, മ്യൂസിയത്തിലേക്ക് കൊടുക്കുന്ന അല്ല. കേട്ടോളി, സ്വഹാബികൾ സൂക്ഷിച്ചു പോകുന്നതും മരണസമയത്ത് അത് കബംപുടവയിൽ നിക്ഷേപിക്കാൻ വസിയ്യത്ത് ചെയ്തതും ഹദീസിലുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നബിയുടെ തിരുശേഷിപ്പുകളുണ്ട് എന്നാണ് മൊയ്ലിയാരുടെ ആദ്യത്തെ വരി. രണ്ടാമത്തെ അതിനെ പൊളിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ് കാക്കറായി അടിച്ചിട്ട കിതാബ് എഴുതി. ഏതുപോലെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒരു ചരിത്രം കൂടെ പറഞ്ഞുതരാം. പൊന്നാനി മുനമ്പത്ത് ബീവിനെ കുറിച്ച് പറയുന്നിടത്ത് പറയണം എന്താ അറിയോ? ഒരേ വരി പറയാട്ടോ. ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാന പേരെന്നുള്ള നാട്. എന്താ പറഞ്ഞു? ഊരറിയില്ല, പേരറിയില്ല, ബഹുമാനൻ എവിടെയാ പറഞ്ഞതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ആരെ പറ്റിയാ പറയുന്നത്? മുനമ്പത്ത് ബീവിനെ പറ്റി. പിന്നെ 4 വരി കഴിഞ്ഞിട്ട് ആ കവിതയെ പിന്നെ പറയണെന്നറിയോ? ഫാത്തിമത്തു സുറയെന്നൊരു പൂയി. അവളെ പേരെന്താണ്? ഫാത്തിമത്തു സൂറയാണ്. ആദ്യം പറഞ്ഞ എന്താണ്? ഊരും പേരറിയില്ല, മശൂറും കുറവല്ല. അപ്പൊ ഇതൊക്കെ ഇതിൽ ഒന്നിക്ക് കഞ്ചാവും, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെ കാട്ടറായി, അല്ലെ എന്തോ മേലെ എഴുതിയ വരിക്ക് നേരെ എഴുതി താഴെ എഴുതരുത്. ഇതുവരെ അത് പറയാണെന്ത്? ഇതിന്റെ മോളാകുന്നു, എല്ലാ ദിവസവും ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്ന് താഴെ എഴുതിയാൽ മോളെ അച്ഛനും തമ്മിലുള്ള, മോളും വാപ്പയും തമ്മിലുള്ള പരിശുദ്ധത ആണോ അതിൽ കിട്ടുക? ഇവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെ തിരിശേഷിപ്പുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുണ്ട് എന്ന് പറയാം. സഹാബികൾ സൂക്ഷിച്ചു പോകുന്നതും അടുത്ത സഹാബിമാർക്ക് കൈമാറിയതെന്നാ പറഞ്ഞ് അല്ല, അവരെ മരണസമയത്ത് കബംപുടവയിൽ വെച്ച് കബറടക്കാൻ. എന്റെ ചോദ്യം സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. സഹാബികൾ മരിക്കണവരെ പോലെ ആർക്കും കൊടുത്തില്ല. മരിച്ചതിന് ശേഷം അത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇല്ല, പിന്നെ എന്തായിരുന്നു വസീയത്ത്? എന്തായിരുന്നു വസീയത്ത്? എന്റെ കബംപുടവയില് ഈ മുടി വെച്ചിട്ട് കഫൻ ചെയ്യണോ എന്ന് ഞാൻ ചോദിക്കണം. ആ മുടി മ്യൂസിയത്തിലെത്തും. ആ മുടി 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിലെ കബറിലെത്തും. അല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്ക്, കാന്തപുരം പെരുങ്കള്ളനല്ലേ? അല്ലേ? കാന്തപുരത്തിന്റെ കയ്യിൽ മുടി കിട്ടുമോ? സാബി തന്നെ പരസ്പരം വിട്ടുകൊടുത്തിട്ടില്ല. ഇനി അടുത്തത് തെളിയിക്കാൻ മൂപ്പർ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതിന് കേട്ടോളൂ കേട്ടോ നിങ്ങള്. അത് കേട്ടോളൂ. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരി പറയുന്നു. കാന്തപുരത്തിന്റെ മുടിക്ക് വെള്ള പൂശാൻ അതൊക്കെ പറഞ്ഞു. പക്ഷെ ഒക്കെ എടുക്കാൻ തേച്ച് പണ്ടായിട്ട്. കാരണം ചിന്തല്ലേ ഈറ്റക്ക് വർക്ക് ചെയ്യൂലല്ലോ. നമുക്ക് വർക്ക് ചെയ്തിട്ട് ഓലെ എങ്ങനെ നുള്ളി വർക്ക് ചെയ്യിപ്പിച്ചാണ് കുറെ എണ്ണം ഇങ്ങോട്ട് പോകുന്നത്. മനസ്സിലായോ? ചിന്തിച്ചപ്പോ ഇത് കേട്ടോളൂ നിങ്ങള്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തിരുശേഷിപ്പിനെ കുറിച്ച് പറയാണ്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യും. ബുഖാരിയിലുള്ളത് വലിയ സംഭവമാണെന്ന് പറയണം. വലിയ സംഭവമാണ് കേട്ടോളി. നിങ്ങൾക്കല്ല തെളിവ് ഞങ്ങൾക്കാ. അതെന്താ? നബിയുടെ ഒരു മുടി, എല്ലാരും ശ്രദ്ധിച്ചോളിട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി എന്റെ കൈവശമുണ്ടാകൽ ഈ ലോകവും അതിലെ സർവസമ്പാദ്യവും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഇതാണ് പ്രവാചകന്മാരുടെ മാതൃക. അപ്പൊ കാന്തപുരത്തിന്റെ മാതൃക അതെല്ലാം ഉറപ്പായി. അതെന്താ? നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞ്? അപ്പൊ നിങ്ങൾ ചിന്തിച്ചില്ല. ഒന്നൊരു വായിച്ച് കളിപ്പിക്കാൻ, എന്നൊരു ചിന്തിക്കണം. ചിന്തിച്ചിട്ടില്ല, ചിന്തിപ്പിക്കാൻ ഞാൻ ഒരിക്കലും കൊടുക്കും. അതെന്താ? എന്റെ കയ്യിൽ നബിയുടെ ഒരു മുടി ഉണ്ടാകൽ ഈ ലോകവും സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണെന്നല്ല അതിന്റെ അർത്ഥം എന്താ? അതായത് ലളിതമായി പറയും, ഈ ഉബൈദത്ത് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ലോകത്തെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടുവച്ചു. ആകാശഭൂമികളിലെ മുഴുവൻ സൗഭാഗ്യവും സ്വത്തും സമ്പത്തും സകല വസ്തുവും വെച്ചിട്ട് ഇത് തരാം, നിന്റെ കയ്യിൽ ഒരു മുടി തരുമെന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് പറയുന്ന പറഞ്ഞ്? തരൂല, എനിക്കിതാണ് പ്രിയങ്കരം. അപ്പൊ ആർക്കാ വെളുക്കാൻ തേച്ച് വേണ്ടായോ? വെളുക്കാൻ തേച്ച് വേണ്ടായോ? എങ്കിൽ ആ മുടി അദ്ദേഹം ആർക്കെങ്കിലും കൊടുക്കുവോ? കൊടുത്തില്ല എന്ന് മാത്രമല്ല, കഥമ്പുടയിൽ വെച്ചു എന്നാ. എങ്കിൽ ആ മുടി എങ്ങനെ മ്യൂസിയത്തിലെത്തും? എങ്ങനെ കാന്തപുരത്തിന്റെ അടുത്തെത്തും? എങ്ങനെ ഖസ്റജിയുടെ അടുത്തെത്തും? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി, ജാലിയൻവാലയുടെ കയ്യിലെ മുടിയാണ് എന്ന് പ്രചരണവും അമ്മുക്കുട്ടിയുടെ മുടിയാണെന്ന് അവരുടെ കൂട്ടത്തിലുള്ളവരും പറയും. അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മുക്കുട്ടിയുടെ മുടി എന്നത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു, ആ അമ്മുവിന്റെ മുടി വെച്ചിട്ട് ഒരു 40 കോടിന്റെ പള്ളി. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഹൃദയശുദ്ധിയില്ലാത്ത വഞ്ചകൻ ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാഹ് പടച്ച മനുഷ്യരിൽ ഫിറൗനോ ഹാമാനോ ഒന്നും അല്ലട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
മൂപ്പർ പറയുന്നത് 350 കൊല്ലം മുമ്പുള്ള പുതപ്പിന്റെ കഷ്ണം എന്റെ അടുത്തുണ്ട്, നബീന്റെ കബറ് മൂടിയെ. നാളെ മൂപ്പർ എന്തൊക്കെ പറയും എന്നുള്ളത് അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. മഴ എപ്പോ പെയ്യും, ഓട്ടോറിക്ഷ എപ്പത്തിരിക്കും, AP സുനികൾ എന്ത് പറയും, അത് ദുനിയാവിലാക്കും പ്രവചിക്കാൻ. ഈ 3 സംഗതി. കാന്തപുരത്തിന്റെ ടീം എന്ത് പറയും, ഓട്ടോറിക്ഷ എപ്പത്തിരിക്കും, മഴ പൊട്ടി. ഇത് 3ഉം ഒരാൾക്ക് പറയും. ഇനി കേട്ടോളൂ കേട്ടോ, അടുത്ത് വളരെ ഗൗരവമായ പോയിന്റാണ്. നമ്മളല്ല പറയുന്നത്, ഹസൻ ഇർഫാനി എന്ന AP-യുടെ ശിഷ്യൻ, കാന്തപുരത്തിന്റെ ശിഷ്യൻ, കാന്തപുരത്തിന് വേണ്ടി വാദിച്ച ശിഷ്യൻ എന്താ പറയുന്നത്? ഇതൊക്കെ തലമുറകൾ കൈമാറിയെന്നല്ല. നബിയുടെ മുടി അനസിന് കിട്ടി, അനസിൽ നിന്നാക്ക് കിട്ടി, നിന്നാക്ക്. അതല്ലേ പരമ്പര? അല്ലേ നബി അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, സിദ്ദീഖിൽ നിന്നാൾ പറഞ്ഞു, ഇന്നാൾ പറഞ്ഞു, ഇന്നാളിന് ബുഖാരിയില്ലേ? അല്ലെ അങ്ങനല്ലേ? എന്നാ ഇയാൾ പറയുന്നത് എന്തറിയോ? കേട്ടോളി, മുടി കാന്തപുരത്തിന് എന്നല്ല, ഒരു സഹാബിക്ക് എന്ന് കൊടുത്തിട്ടില്ല. കേട്ടോളിട്ടോ, അതാണ് കഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിയമത്തിൽ ലേറ്റസ്റ്റ് മുജാഹിദുകളുടേത് സത്യാണെന്ന് തെളിയിക്കാൻ. കേട്ടോളൂ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിപ്പിച്ച് കൊടുത്ത ഷർട്ട്. എന്നെ ശ്രദ്ധിച്ചോളൂ, ഓരോ വാചകം ശ്രദ്ധിച്ചു. ഒന്നും മ്യൂസിയത്തിൽ കിട്ടൂല എന്നുള്ളതിന്റെ തെളിവാട്ടോ പറയുന്നത്. ഒരു ഷർട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു തബറുക്കിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. എങ്ങനെ? മുആവിയ റളിയല്ലാഹു അൻഹു കൊടുത്തു, സൂക്ഷിച്ചു വെച്ചു. എവിടെ? ഒരു ബലിഷ്ഠമായ പെട്ടിയിൽ. വേറെ അദ്ദേഹത്തിന്റെ അണ്ടറിൽ തീർന്നില്ല പെട്ടി. നിങ്ങൾ വിചാരിച്ച പോലെ മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഷർട്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ മുടിയും നഖവും ഉണ്ടായിരുന്ന ഏക സ്വഹാബി മുആവിയ റളിയല്ലാഹു ആയിരുന്നു. അടുത്ത് കേട്ടോളൂ നിങ്ങൾ, ഇതൊക്കെ സുന്നി കിതാബ് നാട്ടോ പറയുന്നത്. ഏതാനും മുടികളും നഖങ്ങളും. നേരത്തെ ആ സ്വഹാബിനെ പറ്റി പറഞ്ഞപ്പോ ഒരു മുടി, 2 മുടിയായിരുന്നു അനസുറുള്ളാന്റെ കയ്യിൽ. അതെന്താ ചെയ്തതെന്ന് ഞാനിപ്പോ പറഞ്ഞു കേട്ടോളൂ. ശ്രദ്ധിച്ചോളി, കേട്ടോളൂ. എന്നിട്ട് ശരിക്കും മനസ്സിലാക്കുക. AP ഉസ്താദ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണെന്ന് മനസ്സിലാക്കുക. അയാൾ മതാധ്യക്ഷനല്ല, അയാൾക്ക് മതല്ല, അയാൾക്ക് രാഷ്ട്രീയവും ഇന്റേണൽ പൊളിറ്റിക്സും കോടികൾ സമ്പാദിക്കാനുള്ള തൃഷ്ണയും. 1000 തലമുറ ഇനി കാന്തപുരത്തിന്റെ മക്കളുടെ തലമുറ ഉണ്ടായാലും അവർക്കൊക്കെയുള്ള സമ്പാദ്യം പാവപ്പെട്ട മനുഷ്യന്റെ കീശയിൽ പോക്കറ്റ് അടിച്ച് ഈ ചെമ്പൽ കൊള്ളക്കാരനേക്കാൾ വലിയ കൊള്ളക്കാരനുണ്ടാക്കി. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അടുത്ത് കേട്ടോളി. ഏതാനും മുടികളും നഖങ്ങളും അപ്രകാരം കരുതി വെച്ചു. ഇനിയാണ് പോയിന്റ്. ഇപ്പൊ എന്തൊക്കെയുണ്ട് മുആവിയയുടെ കയ്യിൽ? മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഷർട്ടുണ്ട്, കുറച്ച് മുടികളുണ്ട്, പിന്നെയോ നഖങ്ങളുണ്ട്. അതെല്ലാം അട്ടവാദാട്ടോ, അതെല്ലാം മരണശേഷം കവുംപുടവയോട് ചേർത്ത് വേണം തന്നെ കബറടക്കേണ്ടതെന്ന് മകനായ യസീദിനോട് വസിയത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തുണ്ടായത്? മോനെ യസീദേ, ബാപ്പാന്റെ കാലത്ത് തബറുക്കിന് ബാപ്പ് ഉപയോഗിച്ചു. യസീദേ, നിന്റെ കാലത്ത് നീ ഇത് ഉപയോഗിക്കണം, നിന്റെ അടുത്ത തലമുറക്ക് നീ ഇത് കൈമാറണം. അങ്ങനെ ഒരു ചെങ്ങായി വരാന്റെ കാന്തപുരം ഓന്റെ അടുത്ത് എത്തുന്നവരെ മുടി തലമുറക്ക് കൊടുക്കണമെന്ന അല്ല കൂട്ടരെ. യസീദിനോട് ബാപ്പ പറയാനെന്ത്? ഈ ഷർട്ട്, ഈ മുടികൾ, ഈ നഖം എന്റെ കപ്പമ്പുടവയിൽ വെച്ച് എന്നെ കബറടക്കണം. ഇനി പറയൂ കൂട്ടരെ, ഈ മുടി മ്യൂസിയത്തിലെത്തുമോ? മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിലുള്ള ഈ മുടി മ്യൂസിയത്തിലെത്തുമോ? ഈ മുടി മ്യൂസിയത്തിലെത്തുമോ? ഈ ഷർട്ട് മ്യൂസിയത്തിലെത്തുമോ? അദ്ദേഹത്തിന്റെ കൈകളിലെ മകൻ മ്യൂസിയത്തിലെത്തുമോ? ചരിത്രം പറയട്ടെ, മുആവിയ റളിയല്ലാഹു ആ ഷർട്ടിലാണ് അദ്ദേഹത്തെ പൊതിഞ്ഞത്. നഖം നെഞ്ചത്ത് വീറുകയാണ്, മുടി മുഖത്ത് വിതറുകയാണ്, 3 കത്തും തുണിയിൽ മുആവിയ റളിയല്ലാഹു പൊതിയുകയാണ്. അത് ഒന്നിച്ച് കബറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഈ മുടി മ്യൂസിയത്തിലെത്തുമോ? ഈ മുടി ഖസ്റജിയുടെ കയ്യിലെത്തുമോ? ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. കാന്തപുരം നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. യൗകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ ഫയസുദ്ദൂന അൻ സബീലില്ലാഹ്. 9-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. പാവപ്പെട്ടവന്റെ ധനം അന്യായമായി തിന്നുന്ന കള്ളന്മാരായ പണ്ഡിതന്മാർ ലോകത്ത് വരുമെന്ന് ലോകത്തിന്റെ തമ്പുരാൻ. ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ ചരിത്രം? നബിക്ക് ഏറ്റവും ഹിദ്മത്തെടുത്തൊരു സഹാബിയായിരുന്നു. ആര്? അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ കേട്ടോളൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ നബി ഉപയോഗിച്ചൊരു വടി ഉണ്ടായിരുന്നു. എങ്ങനെ? മുടി വടി. പൊടിയുടെ കഥ എവിടെയില്ല. കാന്തപുരത്തിന്റെ കയ്യിലെ പൊടി അതെവിടെ ഒരാളും പറഞ്ഞില്ല. മുടി വടിയായി.
അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു വടി. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 മുടിയുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? അത് രണ്ടും ആർക്കും കൊടുക്കാതെ മരിക്കുന്നവരെ സൂക്ഷിച്ചു. മരിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് പറഞ്ഞു? എന്റെ 2 മുടി എന്റെ ചെറുനാവിനടിയിൽ, അനസ് റളിയല്ലാഹുവിന്റെ ചെറുനാവിനടിയിൽ വെക്കണം 2 മുടി. നബിയുടെ ബർക്കത്തിന്റെ മുടി 2 എവിടെ വെക്കണം? എന്റെ ചെറുനാവിന്റെ അടിയിൽ. വടിയോ? വടി എന്റെ ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചു. കണ്ടോളി, എല്ലാവരും കണ്ടുപിടിച്ചോളി. കാന്തപുരത്ത് ഓടി രക്ഷപ്പെട്ടോളി. ആ കപ്പലിൽ നിന്ന് ചാടിക്കോളി, മുങ്ങിക്കോളി. മുങ്ങി വെച്ചാലും കുഴപ്പമില്ല, കപ്പലിൽ നിന്ന് ചാടിയിട്ട് എന്നാലും പഠിച്ചോങ്ങൾ രക്ഷപ്പെടുത്തു. അതായത് അനസ് റളിയല്ലാഹുവിന്റെ ശരീരത്തോട് മരിച്ചപ്പോ ഇങ്ങനെ ചേർത്ത് വെച്ചു വലത് ഭാഗം. എന്നിട്ട് ഇതാ കണ്ടോളി, എല്ലാവരും കണ്ടോളി, ഇങ്ങനെ കഫൻ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഈ ശരീരം കബറിൽ കൊണ്ടുപോയി വെച്ചു. വിവരമുള്ളവരെ, വി എസ് അച്യുതാനന്ദ പറഞ്ഞ മാതിരി അരിയാഹാരം കഴിക്കുന്നവരെ, ഒരു മുഖ്യമന്ത്രിയാണല്ലോ വിളിച്ചത്, ഞാനല്ല, അരിയാഹാരം കഴിക്കുന്നവരെ ആ വടി മ്യൂസിയത്തിലെത്തും. ആ വടി സ്വഹാബികൾക്ക് കിട്ടും. അനസ് റളിയല്ലാഹു മരിച്ച കാലഗണന കണക്കൂട്ടിയിട്ട് നോക്ക്, ആ വടി മ്യൂസിയത്തിലെത്തുമോ? ആ വടി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടാക്കാൻ പറ്റുമോ? ആ മുടി ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. പിന്നെ മൊയ്ലിയാർ പറഞ്ഞ മാതിരി മുടി വിരിയോ? ഇതളുകൾ വിരിഞ്ഞു. മൂപ്പരെ പണം ഉണ്ടാക്കാനുള്ള സ്വപ്ന ഇതളുകൾ വിരിഞ്ഞു. മനസ്സിലായോ? 2 മുടിയല്ല. ഒരു കഥ അടുത്ത് കേട്ടോ. 2 സംഭവം കൂടി ശരിക്ക് കേട്ടോ. ഇസ്ലാമിന്റെ സംഭവം ശരിക്ക് കേട്ടോ. മുനാഫിക്കുകളുടെ ഏറ്റവും വലിയ നേതാവ് മദീനയിൽ മരിച്ചു. എന്തുണ്ടായിരുന്നു അറിയുന്നത്? അദ്ദേഹത്തിന്റെ മകൻ വരിക റസൂലുള്ളാഹിന്റെ അടുത്ത്, നബിയെ, എന്റെ ഉപ്പ ആള് മുനാഫിക്കാണ്, പക്ഷെ എന്റെ ഉപ്പക്ക് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളെ ജുബ്ബക്കുപ്പായത്തിൽ ഉപ്പാന്റെ ബോഡി കവറടക്കണം. ഒരു മുനാഫിക്ക് പോലും നബീന്റെ ജുബ്ബക്കുപ്പായം വിറ്റ് കാശുണ്ടാക്കിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മുനാഫിക്കിന്റെ നേതാവ്, ആ നേതാവിന്റെ മോം എന്ന് പറയാനെന്ത്? റസൂലുള്ളാഹിന്റെ ഒരു ജുബ്ബക്കുപ്പായം തരണം. എന്തിന്? വർക്കത്തി വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കുപ്പായം ഇങ്ങനെ മാറ്റി കൊടുക്കാനാ? അല്ല, എന്റെ അപ്പന്റെ ബോഡി പൊതിയാൻ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു, കൊടുക്കൂല. റസൂല് കൊടുത്തു. ഓട്ടോ മറി. ആ ജുബ്ബക്കുപ്പായത്തിലാണ് ആ മുനാഫിക്കിനെ കബറടക്കി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ആ ജുബ്ബ, എന്റെ ഈ ജുബ്ബ അമേരിക്ക, ഇതൊരാളെ പൊതിഞ്ഞിട്ട് മണ്ണിൽ വെച്ചാൽ പിന്നെ ഈ ജുബ്ബ വടക്കാഞ്ചേരിയിലെ മ്യൂസിയത്തിലുണ്ട് എന്ന് പറഞ്ഞാല് നാലച്ചോറുള്ളൂ, അത് ഉൾക്കൊള്ളൂ. കൂട്ടരെ തീർന്നില്ല. അടുത്ത് കേട്ടോളൂ. ഒരു സ്ത്രീ നബിക്ക് ഒരു നല്ല ഷർട്ട് സ്വന്തം കൈകൊണ്ട് കുറെ കാലം ശ്രമിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അതൊരു ദുഹറിന്റെ മുമ്പായിരുന്നു എന്നാണ് എന്റെ വായനയുടെ ഓർമ്മ. നബി കുളിച്ച് നല്ല ഡ്രസ്സ് എന്നുള്ളതിലേക്ക് അത് ധരിച്ച് ദുഹറിന് വന്നു നിസ്കാരത്തിന്. നിസ്കാരം കഴിഞ്ഞ് നബി മസ്ജിദ് നബിയിൽ ഇരിക്കുമ്പോൾ ഒരു സാബി വന്നു, ഭയങ്കര സൗന്ദര്യമുണ്ട് നബി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപാര വെട്ടിത്തിളക്ക ഷർട്ട് ഇട്ടപ്പോ. അപ്പൊ നബിയും ആ ഷർട്ടിന്റെ നന്മയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സാബി മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, നബിയെ, അതെനിക്ക് തരുമോ? സഹാബികൾക്ക് ദേഷ്യപ്പെട്ടവർ കയ്യൊക്കെ പിടിച്ചു വലിച്ചു. നിനക്കറിയില്ലേ അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ കൊടുത്ത ഷർട്ടാണ്? ചോദിക്കാൻ പാടുണ്ടെങ്കിൽ ചോദിച്ചാൽ റസൂല് തരുന്ന അറിഞ്ഞൂടെ? അറിഞ്ഞുകൊണ്ട് നീ ഇത് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ ആ സഹാബി പറഞ്ഞ വാക്കെന്ന് നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതി? നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയുടെ സ്കിന്ന് തട്ടിയ ആ നല്ല ഷർട്ടില്ലേ, അതിൽ എന്റെ ബോഡി കഫൻ ചെയ്യാൻ വേണ്ടിയാ ഞാനത് വാങ്ങിയത്. ഇനി പറയൂ, ആ ഷർട്ട് മ്യൂസിയത്തിലെത്തി. അതുകൊണ്ട് ഞാൻ പറയുന്നു, കാന്തപുരം വഞ്ചകനാണ്, പരലോകബോധമുള്ള അല്ലാത്ത ആളാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളാണ്, പാവപ്പെട്ടോലെ സമ്പത്ത് കൊള്ള ചെയ്ത കൊള്ളക്കാരൻ. ഇനി ഞാൻ അതിനെപ്പറ്റി പറയുക. ഇനി നിങ്ങൾ ഓലടെയുള്ള വിവാദം ചിന്തിച്ചോ? വെറുതെ അല്ല വിവാദം ഉണ്ടായതെന്ന് മനസ്സിലായോ? ഇത് ഞാൻ അവരെ ഈ കിതാബ് അങ്ങക്ക് ഇത്രയും സമയം പറഞ്ഞു. ഈ കിതാബിൽ ഒരിടത്ത് പോലും ഈ മുടി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ചരിത്രം അല്ലല്ലോ. പോയിന്റ് അതാണ്. എല്ലാരും ചിന്തിക്കും ഇതിൽ എന്താ പറഞ്ഞത്? ആ മുടി അത്രയും കഫംപുട വെച്ച് കബറടക്കാൻ പറഞ്ഞു എന്നാ. എങ്കിൽ കൂട്ടരെ സകല സഹാബികൾ ഇതാ ചെയ്തതെങ്കിൽ സഹാബികളുടെ കാലശേഷം ഉണ്ട് എന്ന് പറയുന്നതിന് പൊരുളുണ്ട്. എന്നിട്ടും മനുഷ്യർ അതിന്റെ പിന്നാലെ. ഇനി ഞാൻ മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ. ഒറിജിനൽ മുടി നബിയുടെ സ്വഹാബത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ആ സ്വഹാബികളിൽ 2 റബീഉൽ അവ്വലിന് സാക്ഷ്യം വഹിച്ച ആളാണ് ഖിലാഫത്ത് കാലത്ത് ആര്? ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ്. 2 റബീഉൽ അവ്വൽ. ഇവിടെ പറഞ്ഞല്ലോ റബീഉൽ അവ്വലിന് ഇതിന്റെ മുടിയിട്ട വെള്ളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളോട് ചോദിക്കുന്നത്, 2 റബീഉൽ വന്നിട്ട് നബീനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നബിയുടെ ബർക്കത്തും മുടിയുടെ ബർക്കത്തും ഒക്കെ കണ്ടു മനസ്സിലാക്കിയ ആ സ്വഹാബത്ത് റബീഉൽ അവ്വലിനെ ഈ മുടിയിട്ട വെള്ളം സഹാബത്തിന് വിതരണം ചെയ്തോ? ഇല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എത്ര കൊല്ലം? 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് എടുത്തില്ലേ? 10 റബീഉൽ അവ്വൽ വന്നു. 10 റബീഉൽ അവ്വലിന് ഇതുപോലെ നബീന്റെ മുടിയിട്ട വെള്ളം, ഒറിജിനൽ മുടിയിട്ട വെള്ളം സഹാബത്തിന് കുടിക്കാൻ കൊടുത്തോ? ഇല്ല. നബിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച നബിയുടെ മരുമകനും നബിക്ക് ഏറ്റവും പ്രിയങ്കരനുമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം ഭരിച്ചു. 12 റബീഉൽ അവ്വൽ വന്നു. ഒറിജിനൽ മുടി കയ്യിലുണ്ടായിട്ട് മസ്ജിദ് നബവിയിൽ മുടിയിട്ട വെള്ളം വിതരണം ചെയ്തൊരു ക്യൂ നിന്നോ? അപ്പൊ കാന്തപുരം കള്ളനല്ലേ? മതം വിറ്റ് കരിഞ്ചന്ത വിറ്റ് ആത്മീയത വിറ്റ പെരുങ്കള്ളനല്ലേ? അതെ, മനസ്സിലായില്ലേ? അയാളൊക്കെ ശരിക്കും എന്താ വേണ്ടത്? അറസ്റ്റ് ചെയ്ത് എടച്ചങ്ങനക്കിട്ട് പരസ്യമായിട്ട് 1000 കൊല്ലത്ത് കെട്ടിടാൻ പറ്റി കിട്ടും. തിന്നാനും കുടിക്കാൻ അവിടെ കൊടുക്കും. ഈ ജനതയെ ചതിച്ച് അയാൾ കേന്ദ്രമന്ത്രിമാരെയായിട്ടാ മൂപ്പരെ ബന്ധം ഉണ്ടാവും. അതിന് തന്നെയാണല്ലോ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ വിട്ടുകൊടുക്കും. പക്ഷെ സത്യം അതും ജനങ്ങളെ ശരിക്കും നമ്മൾ ഇങ്ങോട്ട് മനസ്സിലാക്കണം. ഇനി 6 കൊല്ലം ഭരണം നടത്തിയ ആളാണ് ആര്? അലി ഇബ്നു അബീ ത്വാലിബ്, നബിയുടെ മകൾ ഫാത്തിമയുടെ ഭർത്താവ്, നബിയുടെ മരുമകൻ. എന്നിട്ടുണ്ടായോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കൗമ് ഇതെല്ലാം വിറ്റ് കായ് ഉണ്ടാക്കുന്നത്. ഇനി എന്താണെന്നറിയോ? ശരിക്കും സിറാജ് ദിനപത്രത്തിലൊക്കെ കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ വാർത്ത വരും. മുടിയിട്ട വെള്ളവും വിൽക്കാൻ താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ട്രെയിനിലൊക്കെ മുടിയിട്ടല്ലോ. ഇത് ഒരു ഭാഗത്ത് മുടിയിട്ട വെള്ളം എന്നിട്ട് കൗമ് വരാൻ പോകൂടെ? നമ്മളിപ്പോ കുപ്പികളൊക്കെ വെള്ളം വാട്ടർ എന്നറിയ മുടിയിട്ടള്ളം കുറെ ഖുറാഫ് ഉണ്ടാവില്ല ട്രെയിനിൽ. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിയുക, ഈ ആത്മീയ കച്ചവടക്കാര്, ഈ മതം വിറ്റ കച്ചവടക്കാരെ അല്ലേ? ഈ കെ സുന്നിയിൽ റഹ്മത്തുള്ളാഹി ഖാസിം ഇത്തിരി പോകുന്ന വെള്ളം, എന്നിട്ട് അതിന് മൂപ്പര് 25,000 റുപ്യ ഇത്തിരി പോകുന്ന ഒരു പച്ചവെള്ളത്തിന് മൂപ്പര് മൂത്തടുത്തുനിന്ന് പോരുമ്പോ നെൽപൂര് ഓവിച്ചാലിന്റെ മുഖ്യ വെള്ളാണ്. എന്നിട്ട് വാവാട് ഉസ്താദ് നിങ്ങൾക്ക് തരും. എന്നിട്ട് ഇപ്പോലെ AP സുന്നികളെ രംഗത്ത് കുതിര കയറുക. നിങ്ങൾ 2 കൂട്ടരും ഈ കുളിമുറിയിൽ നഗ്നരാണ്. നിങ്ങൾ 2 കൂട്ടരും. മനസ്സിലായോ? പാവപ്പെട്ടോലെ ചതിക്കുക, വഞ്ചിക്കുക, എന്തെല്ലാം തിന്മകൾ. അതെ, ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ എന്റെ നാട്ടില്, ഞാൻ മലപ്പുറത്ത് താമസിക്കുന്നിടത്ത് എല്ലാ മാസവും കുത്തുബിയത്തുണ്ട്. എല്ലാ മാസവും കുത്തുബിയത്ത് എന്ന് പറഞ്ഞാല് സത്യത്തിൽ അവിടെ നടക്കുന്ന ആടിനെ മിണുങ്ങല. കുറെ ആടിനെ തിന്നുക എന്നും മാസത്തില്. അപ്പൊ കഴിഞ്ഞ ദിവസം 98 ആടാ വാർഷികമായിരുന്നു. 98 അന്ന് മൊയ്യന്മാർ ആടിനെ ഫോട്ടോ എടുക്കുക. ആടെ നാളെ നിന്നെ ഞാൻ മിണുങ്ങുന്നതാകുന്നു എന്ന്. സത്യം പറഞ്ഞ ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ ഈ കൗമ് ആടിനെ തോലൊളിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. കണ്ടർപ്പിച്ച് മിണിങ്ങിവിടും. ബസ്സിലൊക്കെ കയറി എന്താ പഠിച്ചോനെ ഇത് നോക്കുമ്പോ മൊയ്യാര് നിങ്ങളെ പള്ളേനാണല്ലോ. ഒന്നല്ല മോനെ, ഇന്നലെ കുത്തുബിയത്തായിരുന്നു. ആടെ പോയി നോക്കുമ്പോ ആടിനെ അറക്കാനൊന്നും നേരല്ല, പിടിച്ചു പിടിഞ്ഞൂട്ടതാ. അങ്ങനത്തെ ഒരു കൗമ് ഇവിടെ പുരമ്പുകടം. തിന്ന യൗക്കുലൂന കമാ ചൗക്കുലൻ ആം. നാക്കാലികൾ തിന്നുന്ന പോലെ തിന്ന. മതത്തിന്റെ പേരിലും ആഘോഷത്തിന്റെ പേരിലും തിന്ന പട്ടിണി എടുക്കാൻ തയ്യാറില്ല. കുറച്ചു ദിവസം പട്ടിണി നോക്കികള് ശരീരത്തിന് ആശ്വാസം ഉണ്ടാവും, മനസ്സിന് ആശ്വാസം ഉണ്ടാവും. ലിമിറ്റ് ചെയ്യും. വളരെ ശ്രദ്ധിച്ച് ഭക്ഷണം. എന്തിനാ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ കൗമ് ചെയ്യുന്നത്? ആലോചിച്ചു. എന്തെല്ലാം വിവാദങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ അതിനിടയിലാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാൻ, ചാനൽ നിങ്ങൾ എന്നേക്കുമായി കട്ട് ചെയ്യും. ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദുകളാണ് ഒന്നാമതായി അതിന് മാതൃകയാകുന്നത്. ചാനലുകൾ ഉപയോഗിക്കില്ലെന്ന് ശക്തമായി തീരുമാനിക്കും. നെറ്റുകളിലും അവിടെയും ഇവിടെയുമുള്ള സൈബർ ലോകം, ആ ലോകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കാതെ മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് അഗാധമായും ഗൗരവമായും നിങ്ങൾ ആലോചിക്കണം. ഗൗരവമായും ശിർക്കിന്റെ, കുഫറിന്റെ, ഖുറാഫാത്തിന്റെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാ പഠിപ്പിക്കുന്നത്? എന്തെല്ലാം വിഷയങ്ങളാ പഠിപ്പിക്കുന്നത്? ആലോചിച്ച് നോക്ക്. എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്? തിന്മ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഊട്ടി ഉറപ്പിക്കുകയും. ഇപ്പൊ ദർശന ചാനൽ എന്ന് പറഞ്ഞിട്ട് ഈ കേസിനെ ഒരു ചാനലുണ്ട്. അതിൽ 3 വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് മുസ്തഫൽ ഫൈസി എന്ന് പറഞ്ഞ ഫൈസിനോടൊരു ചോദ്യം, പുകവലിയുമായി ബന്ധപ്പെട്ട ചോദ്യം. പുകവലി പറ്റുമോ പറഞ്ഞ് അയാൾ എത്രത്തോളം പറഞ്ഞു എന്നറിയത്? ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്ത്? ഭാര്യക്ക് ചോറ് കൊടുക്കുന്ന പോലെ ഭാര്യക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കലൊക്കെ എന്താണ്? ഭർത്താവിന് നിർബന്ധമാണ്. ഭാര്യ പുകവലിക്കുന്നവളാണെങ്കിൽ പടച്ചോനെ പഠിപ്പിച്ച റസൂല് പഠിപ്പിച്ചാൽ എന്ത്? നീ ഭക്ഷണം കഴിക്കണം, ഇവിടെ ഭക്ഷിപ്പിക്കണം, നീ ഡ്രസ്സ് ധരിക്കണം, ഇവിടെ ഡ്രസ്സ് ധരിപ്പിക്കണം. എന്നിട്ട് വലിയ പറയാണ് അതുപോലെ ദിനേശ് പിടി ഒരു കെട്ട് വാങ്ങിക്കൊടുക്കണോ? ഈ കഴിഞ്ഞ 3 വെള്ളിയാഴ്ചക്ക് മുമ്പ് ദർശന ചാനലിലെ ചോദ്യ മറുപടിയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഭാര്യക്ക് ഇങ്ങനെ കിറ്റിയേറ്റ് വരും. ഇത് ചിക്കൻ, ഇത് മട്ടൻ, ഇത് ബീഫ്, ഇതൊരു കെട്ട് ബീഡി. നാളെ പരലോകത്ത് ഒരു കെട്ട് ബീഡി ഭാര്യ കൊടുത്തതിന്റെ പേരിൽ കൂലി കിട്ടുമോ? മൊയ്ലിയന്മാരെ ചാനലിലെ സ്ഥിതി ഞാൻ പറഞ്ഞു.
ഇതൊക്കെ അവിടെ പഠിപ്പിക്കുന്നത്. ബീഡി അപകടമാണ്, പിന്നെ സിഗരറ്റ് വലിയ അപകടമാണ്, സ്മോക്കിംഗ് അപകടമാണെന്ന് അറിയാത്ത ആരവിടുള്ളൂ. അത് ഉൽപ്പാദിപ്പിക്കുന്നവരെ പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവും വലിക്കാൻ. മൊയ്ലിയാർ പറയണത് വലിക്കാന്ന് മാത്രമല്ല, അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല, ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. മൂപ്പര് അതും പറയല്ലോ അപ്പുറം. കാരണം എന്താ അറിയോ, പലിശ ഹലാലാന്ന് കിതാബ് എഴുതിയ മൊയ്ലിയാരാ മൂപ്പര്. മൊയ്തീമാലേക്ക് പരിഭാഷ ചെയ്തപ്പോ ഖുർആൻ പരിഭാഷ ചെയ്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ ജാഹിലാനായത്. അയാളെപ്പോലുള്ളവരാണ് ചാനൽ നയിക്കുന്നത്. ഈ ദർശന അതൊക്കെ പറഞ്ഞ വിവരം കിട്ടൂലും നയിക്കുക. അപ്പൊ സമൂഹം കേടുവരും. സമൂഹം നന്നാകണോ? സമൂഹം നന്നാകണമെങ്കിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു സമൂഹം ഉണ്ടാവാം. തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്ന, തോന്നിയതുപോലെ ആയത്തും ഹദീസും പറയുന്ന, എന്താണോ രക്ഷപ്പെടാൻ അപ്പൊ അത് പറയാം, എന്താണോ ആ സന്ദർഭത്തിലൊക്കെ അത് പറയാം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമ്മൾ മുന്നിൽ കണ്ടുകൂടി. മതത്തിന്റെ എല്ലാ സുരക്ഷയും ഇസ്ലാം പഠിപ്പിച്ച് എന്ത് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അത് തന്നെയാണ്. നിങ്ങൾ നോക്ക്, ഇസ്ലാം ഹറാമാക്കിയ എന്തെങ്കിലും ഒരു കാര്യം മാനവ സമൂഹത്തിന് ഉപകാരദായകമാണ് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? പന്നി മാംസം ഹറാമാക്കി ശരിയാണെന്ന് വരെ ആരെയും പറഞ്ഞു. മദ്യത്തിന്റെ ഒരു തുള്ളി പോലും, ഒരു ചെറുവിരലിൽ പോലും വായിലേക്ക് കുത്തിക്കരുതെന്ന് പഠിപ്പിച്ച മത ഇസ്ലാം. അതുകൊണ്ട് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ഈ പറഞ്ഞ വൃത്തികേടുകൾക്കെതിരെ ഒരു വലിയ കൂട്ടായ്മ. അതായിരിക്കും ഇൻഷാ അല്ലാഹ് ഡിസംബർ 8 വടുതല വെച്ച് നടക്കുന്ന നമ്മുടെ ആലപ്പി ജില്ലാ സമ്മേളനത്തിന്റെ ദേവാസമ്മേളനത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഇത് ജില്ലയുടെ പ്രചരണോദ്ഘാടനമാണ്. വിവിധ പ്രദേശങ്ങളിൽ ചലിക്കേണ്ടതുണ്ട്. ഈ ജില്ലയിൽ ഒരുപാട് അമുസ്ലിങ്ങളുണ്ട്, പാവങ്ങളാണ്. ആ ആളുകൾക്ക് മതത്തിച്ചു കൊടുക്കാൻ നമ്മുടെ വിലപ്പെട്ട സമയം, മറ്റേത് ജിന്നു സീറെന്ന് പറഞ്ഞ് കാലം കഴിക്കാതെ വിലപ്പെട്ട സമയം നമ്മുടെ ദീനിനു വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, ഇസ്ലാമിക വസ്ത്രം ധരിക്കാത്ത ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്. അവരോട് പരലോകമുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമമെന്നും ഗൗരവമായി നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ ആരോഗ്യാവസ്ഥ അനുസരിച്ച് ഇതധികമാണ്. 1 മണിക്കൂറിൽ കൂടുതൽ പ്രസംഗിക്കാൻ എനിക്കിപ്പോ പാടില്ല. പക്ഷേ 2 മണിക്കൂറും 5 മിനിറ്റും ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ സംഘാടകർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ വരവിൽ പോലും അവർക്ക് ആശങ്ക ഉണ്ടായിട്ടുണ്ടാവും. അത് എന്റെ കുഴപ്പം കൊണ്ടല്ല, ട്രെയിനിങ്ങിനെ ട്രാക്ക് നന്നാക്കുന്നതോടൊക്കെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അള്ളാഹു ഇത് നടക്കണമെന്ന് ആഗ്രഹിച്ചു. പടച്ചവന്റെ വിധിയാണ്. അള്ളാഹു അനുഗ്രഹിച്ചു. നമുക്ക് കൃത്യത്തിനെത്താൻ കഴിഞ്ഞു. 7 മണിയുടെ മുമ്പിൽ തന്നെ നമ്മൾ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തു. അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് 2 മണിക്കൂറും 11.5 മിനിറ്റും ഞാൻ സംസാരിച്ചു എന്നാണ് എന്റെ വിശ്വാസം. സഹോദരങ്ങളെ, കാര്യങ്ങളെ പക്വതയോടുകൂടി വിലയിരുത്തുകയും, ഞാൻ ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചിലർക്കൊക്കെ ചൊടിയുണ്ടാവും. പക്ഷെ ഈ വസ്തുത ജനങ്ങൾ അറിയിച്ചില്ലെങ്കിൽ ജനങ്ങൾ കേടുവന്നു പോകും. ജനങ്ങൾക്ക് ഇതിന്റെ അപകടം പഠിപ്പിച്ചെടുക്കില്ല, ജനങ്ങൾ കേടുവരും. അതുകൊണ്ട് എല്ലാ രംഗത്തുമുള്ള തിന്മകളെ തിന്മയായി കാണാനും, ലോകത്തെടുക്കുന്ന തിന്മകൾ നിങ്ങൾ ഭയപ്പെടണം, ഫിത്നയെ നിങ്ങൾ ഭയപ്പെടില്ല. നിങ്ങൾ എല്ലാവരും കൂടി നശിച്ചു, എല്ലാവരെയും അത് ബാധിക്കും. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരൊക്കെ നന്നായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് ആലോചിക്കുക, നല്ലതിനു വേണ്ടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിലും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എലിപുരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തല നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സൽപാന്താവിലൂടെ സഞ്ചരിച്ച് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. അല്ലാഹുവിൽ നിന്നാണ് നമുക്ക് നിയമങ്ങൾ കിട്ടേണ്ടത്. അവനാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അവനാണ് സത്യവിശ്വാസമേതെന്നും സൽക്കർമ്മമേതെന്നും സദാചാരമേതെന്നും സൽസ്വഭാവമേതെന്നും അതേ എല്ലാ രൂപത്തിലുമുള്ള നന്മകൾ ഏതാണെന്ന് പഠിപ്പിച്ചു തരുന്നവൻ അള്ളയാണ്. അതിനല്ല സ്വീകരിച്ച മാർഗമാണ്. അതായത് കാലഘട്ടങ്ങളിൽ അവൻ മനുഷ്യരിൽ നിന്നൊരു ദൂതന്മാരെ തെരഞ്ഞെടുത്തയച്ചു.
അതിന്റെ അവസാനം കുറിച്ചുകൊണ്ട് വന്ന നേതാവാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ സമൂഹത്തിന് പഠിപ്പിക്കേണ്ടുന്ന, മാനവ സമൂഹത്തിന് പഠിപ്പിക്കേണ്ടുന്ന മുഴുവൻ മാർഗദർശനങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന കാര്യങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ, കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ, അതനുസരിച്ച് അമൽ ചെയ്യാൻ കടമപ്പെട്ടവരാണ് നമ്മൾ. അതാണല്ല പറയുന്നത്, എന്റെ മാർഗദർശനങ്ങളെ ആര് പിൻവലിക്കുന്നുവോ, ഞാൻ പഠിപ്പിക്കുന്ന നിയമങ്ങളെ ആര് കാതോർത്ത് ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ